രഞ്ജിനി, ഇപ്പോൾ ഇവിടെ വസീഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട യുവാക്കളുടെ സംഘടന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വസീഫ്. ഭരിക്കുന്ന സർക്കാരിന് വളരെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിന് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കൂടി ഒരു അടിവരയിട്ടുകൊണ്ടുള്ള ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ നോക്കൂ രഞ്ജിനി, ഷൈൻ ടോം ചാക്കോ എന്ന മലയാള സിനിമയിലെ നടൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക എന്നല്ല, 3-ാം നിലയിൽ നിന്ന് ചാടി അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് പിന്നെ വാർത്തകൾ വരുന്നത് തമിഴ്നാട്ടിലേക്ക് മാഞ്ഞു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വസീഫ് ചൂണ്ടിക്കാട്ടിയ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിന് ഒരു അംബാസഡർ ആകാൻ പറ്റിയ ഒരു നടൻ്റെ ചെയ്തികളല്ല, ഒരു ബോഡി ലാംഗ്വേജ് അല്ല. കൃത്യമായി അതിന് നിവർന്നു നിന്ന് ജനങ്ങളോട് മറുപടി പറഞ്ഞ് യുവാക്കൾക്ക് നല്ല സന്ദേശം നൽകി പോകേണ്ട ഒരാൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി എന്ത് ചർച്ചയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അയാൾ പോലീസിൻ്റെ മുമ്പിലേക്ക് വിളിക്കപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്, സ്റ്റേഷൻ ജാമ്യത്തിൽ പോവുകയാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അദ്ദേഹം വീണ്ടും, ഇതിലേതോ ഒരു ദിവസം ആണെന്ന് തോന്നുന്നു, അവിടെ വീണ്ടും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊടുക്കേണ്ട സാഹചര്യവും ഉണ്ട്. പ്രമുഖ നടി വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ആകാൻ തുടങ്ങിയിരിക്കുന്നു ഇതോടെ എന്ന് കാണാനാകുമോ രഞ്ജിനി? അതിൽ എനിക്കൊരു കുറച്ച് സംശയമുണ്ട്. കാരണം ഇതിപ്പോൾ ഈ വകുപ്പ് തന്നെ കുറച്ച് ലൈറ്റായിട്ട് പോയാലേ, മാക്സിമം ഐ തിങ്ക് 6 months ആണ്, 6 months ആണ് അതിൻ്റെ ശിക്ഷ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വിൻസിയുടെ മൊത്ത കേസ് ഉണ്ടല്ലോ, ഐ മീൻ സ്റ്റേറ്റ്മെന്റ് അവർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് എന്താ ആവാൻ പോകുന്നു? അപ്പോൾ അതിൽ അറസ്റ്റ് നടത്താൻ പോവാനോ? ബിക്കോസ് അക്കോർഡിംഗ് ടു BNSS പ്രകാരം പോലീസിക്ക് നന്നായിട്ട് സോമോട്ടോ കേസ് എടുക്കാമല്ലോ. ബിക്കോസ് ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിക്കാർത്തിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് റെക്കോർഡ് ചെയ്യണം, അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്ന് ഈ ICCയും ചില ഫിലിം ചേംബറിൽ ഇരിക്കുന്ന ആൾക്കാരെ പറയുമ്പോൾ അത് കണക്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് പോലീസ് തന്നെ അത് സോമോട്ടോ ആയിട്ട് കേസ് എടുക്കാം. അപ്പോൾ ആ കേസ് എടുക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഈ ഡ്രഗ്സിന്റെ കേസ് അത് ശരിക്കും നല്ല, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളുടെ കേരള പോലീസ് ഇസ് ഓൾവേസ് കൺസിഡർഡ്, ഈവൻ സ്കോട്ട്ലൻഡ് യാർഡ് ഓൾസോ അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കേസുകൾ കേരള പോലീസിന്. അത്ര ഒരു നല്ല പോലീസ് ഫോഴ്സാണ് നമുക്ക് ഇരിക്കുന്നത്. അത് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഫ്യൂ ഡേയ്സ് അഗോ മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് ഒരു സ്പെഷ്യൽ സെല്ലും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ വെച്ചിട്ടുണ്ട്. അനോണിമസ് ആയിട്ട് ആരെങ്കിലും ഡ്രഗ്സെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അത് ആക്ഷൻ എടുക്കുമെന്ന്. സോ അതെല്ലാം ഒരു നല്ല കാര്യമാണ്. നമ്മളുടെ ഗവൺമെന്റ് നല്ല രീതിയിലാണ് ചെയ്യുന്നത്. അത് മാത്രമില്ല, ലോകത്തിലെ ഫസ്റ്റ് ടൈമാണ് ഈ സിനിമയില് ആർട്ടിസ്റ്റ് ആക്ട്രസ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹേമ കമ്മിറ്റിന്ന് ഒരു വേൾഡിലെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗവൺമെന്റ് കൂടെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്ന് ഇപ്പോൾ ഒരു 8 മാസം ആവുന്നു, വന്നിട്ട് ഒരു ഇൻആക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ അത് എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇത്ര നല്ല രീതിയെല്ലാം ചെയ്തിട്ട് പിന്നെ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്നുമില്ലാതെ. രഞ്ജിനി, ഇത് കഴിഞ്ഞ ദിവസങ്ങളിലും ചില മാധ്യമങ്ങളിൽ രഞ്ജിനി ഇത് പരാതി പറയുന്നത് കേട്ടു. ഞാനത് അന്വേഷിച്ചു, രഞ്ജിനി ഇത് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. എനിക്ക് മനസ്സിലാക്കാനായത്, രഞ്ജിനിക്കും അത് അറിയാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഫെബ്രുവരിയിലോ ഒക്കെ ഒരു നടപടിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് രഞ്ജിനിയും അറിഞ്ഞതായി ഏതോ മാധ്യമത്തിൽ പറയുന്നതായി ഞാനും കേട്ടിരുന്നു. അത് 1-2 മാസത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത മാസങ്ങളിൽ തന്നെ കോൺക്ലേവ്, ഈവൻ രഞ്ജിനി പറഞ്ഞിട്ടുള്ള ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് അത് നടപ്പിലാക്കാൻ പോകുന്നു. ഗവൺമെൻറ് അതുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, പുറകോട്ടല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്.
പക്ഷേ കോൺക്ലേവ് എന്തിന്? നമുക്ക് ഒരു വെറ്ററൻ ജസ്റ്റിസ് ആണ് ഇതിന്റെ ഫൈൻഡിങ്സും എസ്റ്റാബ്ലിഷ്മെന്റ് കണ്ട്, ഐ മീൻ ഈ റിപ്പോർട്ടിൽ ഇത് ചെയ്തത്. ഫൈൻഡിങ്സ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആണ് ഇനക്ട് ന്യൂ ലോ, പിന്നെ ട്രൈബ്യൂണൽ ആണ് ഫസ്റ്റ് റെക്കമെൻഡേഷൻ തന്നെ അത് രണ്ടും കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കേരള ഫിലിം പോളിസിയിലെ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു എൻ്റെ കാര്യങ്ങൾ. അവർ യെസ്സിന് പറഞ്ഞു അത് കറക്റ്റ് ആണ് എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ എന്താ പറഞ്ഞു, ജാനുവരി ഓ ഫെബ്രുവരിയിലാണ് നമുക്ക് സിനിമ കോൺക്ലേവ് ഉണ്ടാവാൻ പോകുന്നു. എന്തിന് കോൺക്ലേവ്? ഇത് ഒരു ആക്ഷൻ ആയിട്ട് പോവണ്ടേ അല്ലേ? അല്ല, അതിൽ അവർ ആക്ഷനിലേക്ക് പോകാതിരിക്കാനാണ് കോൺക്ലേവ് എന്ന് അവർ ഒരിക്കലും പറഞ്ഞില്ല രഞ്ജിനി. മാത്രമല്ല, നമുക്കറിയാം ഇതിനകത്തുള്ള കോംപ്ലക്സിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇത് രഞ്ജിനി തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് കേരളത്തിൻ്റെ ഒരു ഫിലിം ഫ്രട്ടേണിറ്റിയുടെ മാത്രം ഇഷ്യൂ അല്ല. ഇവിടെയുള്ള നടികൾ ഉൾപ്പെടെ ഇപ്പോൾ രഞ്ജിനി തന്നെ തമിഴിൽ അഭിനയിക്കുന്നു, തെലുങ്കിൽ അഭിനയിക്കുന്നു, മറ്റ് ഭാഷകളിലേക്ക് പോകുന്നു. അവിടെയൊക്കെ ഈ കാര്യങ്ങൾ നടപ്പിലാകേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രം നടപ്പിലായാൽ പോരാ. അപ്പോൾ അവിടേക്കൊക്കെ കാര്യങ്ങൾ പോകണമെങ്കിൽ ഈ സിനിമാ ഫ്രട്ടേണിറ്റിയെ മുഴുവൻ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഇതാ നടപ്പിലാക്കാൻ പോകുന്നു, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകൾ തരാനുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? അല്ലാതെ ഇത് അവസാനിപ്പിക്കാനല്ലല്ലോ. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൂടുതൽ ശക്തമായി കൊണ്ടുപോകാനല്ലാതെ പുറകോട്ട് പോകാൻ ഒരു കോൺക്ലേവ് കൊണ്ടാകുമെന്ന് കാണുന്നുണ്ടോ രഞ്ജിനി? അതിന്റെ ഇഫക്റ്റ് അല്ലേ ഇപ്പൊ നടക്കുന്നത്. ഈ ICC ഫോം ചെയ്തിട്ട് ഇപ്പൊ എന്തായി? ഈ വിൻസിയുടെ കേസിൽ തന്നെ ഈ 4 months ago ആണ് ഈ പരാതി വന്നിട്ടുണ്ട്. പക്ഷെ അവർ എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷൻ എടുത്തില്ലല്ലോ. പിന്നെ അവർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് ചെയ്താലേ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റൂല. പിന്നെ വിൻസി അവിടെ വന്നിട്ട് ഉറപ്പായിട്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പുള്ളിക്കാരത്തി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വൈറ്റ് സബ്സ്റ്റൻസും അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഒബ്വിയസ്ലി ICCയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ എന്ത് കാരണം കൊണ്ട് പോലീസിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ICCയിൽ? അപ്പൊ അവർ ഒരു അബാറ്റ്മെന്റ് അല്ലേ നടന്നിരിക്കുന്നത് അതില്. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കണം. പിന്നെ ഇന്ന് പ്രൊഡ്യൂസർ വന്നിട്ട് പറയുന്നു, എനിക്ക് അറിയില്ല എൻ്റെ സെറ്റിൽ ഇങ്ങനെ സംഭവം നടന്നതെന്ന്, എനിക്ക് അറിയില്ല ICC ഉണ്ടായിരുന്നു. എന്തൊക്കെ സംസാരിക്കുന്നത്? അപ്പോ ഇതെല്ലാം ക്ലിയർ കട്ട് അല്ലേ? ഇത് എവിടേക്കോ എന്തൊക്കെയോ ആരോടെയോ ഇൻഫ്ലുവൻസിലൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് അവർ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നത്. ഇത് തന്നെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഷൈൻ അറസ്റ്റ് പറ്റത് ജസ്റ്റ് ഡ്രഗ്സ് മാത്രമാണ്. വാട്ട് വിൽ ഹാപ്പൻ ടു വിൻസിയുടെ കംപ്ലൈന്റ് എന്താവും? ഇതുവരെ വനിതാ കമ്മീഷൻ ഒന്നും മിണ്ടിട്ടില്ല. ഇത് കാരണം കൊണ്ട് അവരും സോ മോട്ടോവായിട്ട് എടുക്കാം. അവരും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും മിണ്ടിട്ടേ ഇല്ല ഈ കാര്യം കുറിച്ച്. ഇല്ല, അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരിക്കുന്നുണ്ടോ അത് നമുക്ക് പരിശോധിക്കാം.